ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ കാണുമ്പോൾ ദൈവത്തെ ദർശിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു കഥ പ്രശസ്ത എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയ് തൻ്റെ കഥയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഭക്തനും നിഷ്കളങ്കനുമായ ഒരു ചെരുപ്പുകുത്തി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം ഇങ്ങനെയാണ്: യേശുക്രിസ്തു തൻ്റെ ചെരുപ്പുകടയുടെ മുൻപിൽ കൂടിയുള്ള വഴിയിലൂടെ നടന്നു പോകുന്നതായും അനേകം ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നതായുമാണ് താൻ ആ കണ്ട സ്വപ്നം. ആ സ്വപ്നം യഥാർത്ഥമായ സത്യമെന്ന് അയാൾക്ക് തോന്നി. യേശുവിനെ കാണുവാനും യേശുവിനെ സ്വീകരിക്കുവാനും ആ ചെരുപ്പ് കുത്തി അടുത്ത പകൽക്കാലം ജോലികളെല്ലാം തീർത്ത് അനേക വിഭവങ്ങൾ ഒരുക്കി യേശുക്രിസ്തുവിനായി കാത്തിരുന്നു. ചെരുപ്പുകടയുടെ മുമ്പിലുള്ള ജനാല തുറന്നു വെച്ച് വഴിയിലേക്ക് കണ്ണും നട്ട് ആ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുമായി ആ വഴി കടന്നു വന്നു. നിർധനയും നിരാലംബയുമായ ആ സ്ത്രീയെ സമീപം വിളിച്ച് അയാൾ വിവരങ്ങൾ അന്വേഷിച്ചു. ജീവിതത്തിൽ ആശയറ്റ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ചെരുപ്പുകുത്തി അവളെയും കുഞ്ഞിനെയും ഭക്ഷണം കൊടുത്ത് ആശ്വസിപ്പിച്ചു. ആത്മഹത്യയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചു. വീണ്ടും അയാൾ യേശുവിനെ പ്രതീക്ഷിച്ച് വീഥിയിലേക്ക് നോക്കിയിരുന്നു. യേശുവിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തണുത്ത് വിറച്ച് ആ വഴിയിലൂടെ നടന്നു വരുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. അയാളുടെ ദുർഗതി കണ്ട് ആ ചെരുപ്പുകുത്തി അയാളെ സമീപം വിളിച്ചു. തൻ്റെ വിഭവങ്ങളും സൗകര്യങ്ങളും കൊടുത്ത് ആ മനുഷ്യനെയും താൻ പരിചരിച്ചു. വീണ്ടും സമയം കളയാതെ ചെരുപ്പുകുത്തി ആ കടയുടെ മുമ്പിലെ ജനാലയ്ക്കൽ വന്ന് യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വഴിപോക്കരെ സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് പരിചരണം നൽകിയതിനിടയിൽ യേശു ആ വഴി താൻ അറിയാതെ കടന്നുപോയോ എന്ന് അയാൾക്ക് സംശയമുണ്ടായി. അദ്ദേഹം വളരെ വേദനിച്ചു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. പാതിരാത്രിയായി എന്നും പതിവുള്ള ബൈബിൾ വായന നടത്തുവാൻ അയാൾ മറക്കാതെ അതിന് തയ്യാറായി. ആ ബൈബിൾ തുറന്നപ്പോൾ അയാൾ ആദ്യം കണ്ട വാചകം ഇതായിരുന്നു: എൻ്റെ ചെറിയവരായ സഹോദരന്മാർക്ക് നീ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് നീ ചെയ്തത്. ആ വാക്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആ മനുഷ്യൻ ആലോചിച്ചു. യേശു തൻ്റെ അരികിൽ വന്നുവെന്നും യേശുവിനെയാണ് ഞാൻ പരിചരിച്ചതെന്നും അയാൾക്ക് ബോധ്യമായി. ഈ സത്യം വെളിവാക്കിക്കൊണ്ടാണ് ടോൾസ്റ്റോയ് ആ കഥ അവസാനിപ്പിക്കുന്നത്. ലോകത്തിന് ശാശ്വത ശാന്തിയും മാനവകുലത്തിന് പുരോഗതിയും കൈവരുവാൻ എന്താണ് കാരണീയമെന്ന് നാം ചിന്തിക്കണം. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം: ഇപ്പോഴത്തെ എല്ലാ അവസ്ഥകളിലും നാം മനുഷ്യനെ തുറന്ന് സ്നേഹിക്കുന്നവരായിരിക്കണം. സ്നേഹമെന്ന പ്രചോദന ശക്തിയിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. തന്മൂലം ലോകത്തിന് യഥാർത്ഥ പുരോഗതിയും ശാന്തിയും സമാധാനവും കൈവരിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയരെ, നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന സാധുക്കളായ ഒരുപാട് പേരുണ്ട്. നിർദ്ധരായ ഒരുപാട് പേരുണ്ട്. അവരിലൂടെയാണ് നാം യേശുവിനെ കാണേണ്ടത്. അല്ലാതെ സ്തൂപങ്ങളാകുന്ന യേശുവോ അതുപോലെ തന്നെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന യേശുവോ അതിൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കുന്ന അനുഭവമോ അല്ല യേശുവിനെ കാണുക എന്നുള്ളത്. നിന്റെ സഹോദരനെ നിസ്സാരനായി കണ്ടാൽ നിനക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. പ്രിയരെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ടോൾസ്റ്റോയുടെ കഥ എല്ലാം ക്രൈസ്തവ സമൂഹങ്ങളും മത നേതാക്കന്മാരും കേൾക്കണം, അത് കാണണം, അതുപോലെ ആയിരിക്കണം. തങ്ങളെക്കാൾ ശ്രേഷ്ഠരായവരെ ഒരുമിച്ച് നിർത്തുവാനും അവരുടെ കൂടെ സഹകരിക്കുവാനും നാം പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ തങ്ങൾക്ക് താഴെയുള്ളവരെ കാണുവാനുള്ള കണ്ണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഉച്ചനീചത്വങ്ങളും വേർകൃത്യങ്ങളും കൊണ്ട് അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ഒരു പരിധിക്കപ്പുറത്ത് ആരെയും സഹകരിപ്പിക്കാതെ നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം മുന്നോട്ട് കടന്നു പോകുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആ അതിർവരമ്പുകളെ ഇടിച്ചു കളഞ്ഞിട്ട് തമ്മിൽ
ഒരുപോലെ സ്നേഹിക്കുവാനും സ്നേഹത്തോടെ മുന്നേറുവാനുമാണ്. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് ഒരുപോലെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മളെക്കാൾ എളിയവരെ നമുക്ക് സ്നേഹിക്കാം, കൂടെ നിർത്താം, അവരെ പരിചരിക്കാം. എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ആ കാഴ്ചപ്പാടോടുകൂടി മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ചെരുപ്പ് കുത്തി ജന്നൽ തുറന്ന് വിഭവങ്ങൾ ഒരുക്കി കാത്തിരുന്നത് പോലെ നമുക്കും കാത്തിരിക്കാം. യേശു നമ്മുടെ അടുത്തൂടെ കടന്നു പോകുന്നു. ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകട്ടെ എന്നോർമ്മിപ്പിച്ച് എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്ന് ഒരു ശുഭ ദിനം കൂടി ദൈവം നമുക്ക് തന്നത് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്നുള്ള പ്രത്യാശയിൽ ശുഭദിന ആശംസകൾ നേർന്ന് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.